1919 ഏപ്രിൽ 13-ാം തീയതി പഞ്ചാബിന്റെ ഹൃദയഭാഗമായ അമൃത്സർ, ചെറിയൊരു മൈതാനം, ഉയർന്ന മതിൽക്കെട്ടുകളാൽ ചുറ്റപ്പെട്ട ജാലിയൻവാലാ ബാഗ്. ആ ദിവസം ഉത്സവത്തിന്റെ ദിവസം കൂടിയായിരുന്നു. ഗ്രാമങ്ങളിൽ നിന്നും നഗരങ്ങളിൽ നിന്നും സ്ത്രീകളും പുരുഷന്മാരും കുട്ടികളും വയോധികരുമടക്കം ആയിരക്കണക്കിന് ആളുകൾ അവിടേക്ക് ഒഴുകിയെത്തി. അവരുടെ കൈകളിൽ ആയുധങ്ങളില്ല, അവരുടെ മനസ്സിൽ അക്രമമില്ല. നീതിക്കായി ശബ്ദമുയർത്താനും റൗലറ്റ് ആക്ട് പോലുള്ള അന്യായ നിയമങ്ങൾക്കെതിരെ സമാധാനപരമായി പ്രതിഷേധിക്കാനുമാണ് അവർ ഒത്തുകൂടിയത്. സ്വരാജ്യം നമ്മുടെ അവകാശമാണെന്ന സ്വപ്നം മാത്രം അവരുടെ കണ്ണുകളിൽ തിളങ്ങി. അന്ന് ജാലിയൻവാലാ ബാഗ് പ്രതീക്ഷകളാൽ നിറഞ്ഞ ഒരു ജനസമുദ്രമായിരുന്നു. പക്ഷേ ആ പ്രതീക്ഷകളുടെ മുകളിൽ ബ്രിട്ടീഷ് അധികാരത്തിന്റെ കറുത്ത നിഴൽ വീണു. ജനറൽ ഡയർ തന്റെ സൈന്യവുമായി മൈതാനത്തിന്റെ ഏക വഴിയിലൂടെ അകത്തേക്ക് കടന്നു. മുന്നറിയിപ്പില്ല, പിരിഞ്ഞു പോകാൻ സമയം പോലുമില്ല. ഒരൊറ്റയുത്തരവ്: വെടിവെക്കൂ. നിമിഷങ്ങൾക്കുള്ളിൽ മൈതാനം നിലവിളികളാൽ നിറഞ്ഞു. അമ്മമാർ കുഞ്ഞുങ്ങളെ നെഞ്ചോട് ചേർത്തു. രക്ഷപ്പെടാൻ വഴിയില്ല. മതിലുകളോട് ചേർന്ന് ആളുകൾ വീണു. ചിലർ ജീവൻ രക്ഷിക്കാനായി കിണറ്റിലേക്ക് ചാടിയപ്പോൾ അതുതന്നെ അവരുടെ ശവകുടീരമായി. നൂറുകണക്കിന് ആളുകൾ മരിച്ചു. ആയിരങ്ങൾ രക്തസാക്ഷികളായി വീണു. ആ മണ്ണ് ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് വിലയായി മനുഷ്യരക്തം കുടിച്ചു. ജാലിയൻവാലാ ബാഗ് ഒരു സംഭവം മാത്രമല്ല, അത് ബ്രിട്ടീഷ് ഭരണത്തിന്റെ ക്രൂരതയുടെ തെളിവാണ്. അതേസമയം ഇന്ത്യക്കാരുടെ ധൈര്യത്തിന്റെയും ത്യാഗത്തിന്റെയും അമരകഥയാണ്. ആ രക്തസാക്ഷികളുടെ ഓർമ്മ ഇന്നും നമ്മോട് ചോദിക്കുന്നു: സ്വാതന്ത്ര്യത്തിന്റെ വില നിങ്ങൾ മറന്നോ?